Hallelujah. Praise the Lord. വിലപ്പെട്ട ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ എല്ലാ പാട്ടും നമുക്ക് ശ്രമിക്കാം. Praise the Lord. Praise the Lord. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിലാനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം ഓ എൻ ജീവന്റെ ആധാരം ക്രൂശിലന്നേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം ക്രൂശിലൻ യേശുവിൻ ത്യാഗം എന്നാത്മാവിൻ സ്വാന്തനം ഓ എന്നാത്മാവിൻ സ്വാന്തനം നീയാണൻ നുള്ളിലെ ഗാനം നീയാണൻ നാവിലെ ഗീതം നീ തന്നെയെന്നുമെൻ നാശ നിൻ മുൻപിൽ വണങ്ങുന്നു ഓ നിൻ മുൻപിൽ വണങ്ങുന്നു സൗഖ്യദായക യേശു ആത്മാവിൻ ശാന്തിയേകും ജീവന്റെ നായകൻ ക്രിസ്തു ജീവനിൽ നടത്തിയിടും ഓ ജീവനിൽ നടത്തിയിടും നീയാണൻ നുള്ളിലെ ഗാനം നീയാണൻ നാവിലെ ഗീതം നീ തന്നെയെന്നുമെൻ നാശ നിൻ മുൻപിൽ വണങ്ങുന്നു ഓ നിൻ മുൻപിൽ വണങ്ങുന്നു യേശു വന്നിടും വേണ്ടും തീരുമൻ യാത്ര വേഗം ചാരുമ്പൻ മാർവിലണയും ചേരുമൻ വീട്ടിൽ ഞാൻ ഓ ചേരുമൻ വീട്ടിൽ ഞാൻ നീയാണൻ നുള്ളിലെ ഗാനം നീയാണൻ നാവിലെ ഗീതം നീ തന്നെയെന്നുമെൻ നാശ നിൻ മുൻപിൽ വണങ്ങുന്നു ഓ നിൻ മുൻപിൽ വണങ്ങുന്നു നീയാണൻ നുള്ളിലെ ഗാനം നീയാണൻ നാവിലെ ഗീതം നീ തന്നെയെന്നുമെൻ നാശ നിൻ മുൻപിൽ വണങ്ങുന്നു ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. Thank you. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കുവാൻ നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവ് കൊടുത്തിരിക്കുന്നല്ലോ. ഫലമാത്രമല്ല വിഷയമാക്കി നിർത്തിയിരിക്കുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗാനമായിരുന്നു രാത്രികാല പാടുകൾ. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന നമ്മുടെ പ്രിയൻ വരുന്നു. ഹല്ലേലൂയ. നമ്മെ ചേർപ്പാൻ വരുന്നു. ഹല്ലേലൂയ. ആ ക്രൂശിലെ ആ സ്നേഹം രാത്രികാലം ഒരു പ്രാവശ്യം നമുക്ക് ഓർക്കുവാൻ പരിശുദ്ധാത്മാ നമ്മളെ തട്ടി ഉണർത്തുന്നല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ക്രൂശ് മരണം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഹല്ലേലൂയ അവിടുന്ന് നമുക്ക് നേടിത്തന്നു. നമ്മുടെ കർത്താവ് നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ ഭൗതികമായ അനുഗ്രഹ സമൃദ്ധി നമ്മുടെ പേര് സ്വർഗത്തിലെ ഹല്ലേലൂയ കുഞ്ഞാടിന്റെ ജീവവസ്തുവിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവും. നമ്മെ ചേർപ്പാൻ കർത്താവ് വരുന്നു. ഹല്ലേലൂയ. ഈ രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട പാട്ടിന്റെ ഓരോ വരികളും
എത്ര അർത്ഥവത്തായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. ആ പാട്ട് പാടിയപ്പോൾ കർത്താവ് മഹത്വമെടുക്കുകയും എല്ലാവരുടെ മേലും ദൈവാദി അനുഗ്രഹ സമൃദ്ധി ആ പാട്ടിൽ കൂടെ പകർന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മക്കളെ കുടുംബമായി മക്കളെ മക്കളെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദീർഘായുസ്യം ദൈവം തൃപ്തിപ്പെടുത്തട്ടെ. ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ ദൈവം മാനിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും പാടുവാനും പ്രവർത്തിപ്പാനും വീട് ചെയ്യുവാനും പ്രസംഗിക്കുവാനും ഒക്കെ ദൈവം അഭിഷേകവും കൃപയും അധികമായി പിന്നെയും പകരുവാൻ ദൈവത്തിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. തുടർമാനം ദൈവജന ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവദാസിനെ നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഭജനത്തിന്റെ വാതിൽ നിങ്ങളുടെ ഭക്തനെ തുറന്നു കിട്ടുവാൻ ഹല്ലേലൂയ. അന്ത്യകാല സംഭവങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേർപെട്ട സത്യങ്ങൾ തിരുവനന്തപുരത്ത് അനേക വേദഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി ഈ രാത്രിയിൽ ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ ഓർമ്മിപ്പിക്കുകയും ഹല്ലേലൂയ സംസാരിക്കുന്ന ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനപ്രകാരം ജീവിപ്പാൻ നമുക്കിടയായി തീരണം. ഹല്ലേലൂയ. വചനം കേൾക്കുക മാത്രമല്ല അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹ സംഭവം നമ്മുടെ മേൽ നിങ്ങൾ പകരുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാവുന്ന ചെയ്യുന്നത് വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശക്തി ആത്മാവിനെ ചുരുക്കമായി പ്രാർത്ഥിക്കാൻ. കർത്താവെ സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ സ്വർഗ്ഗപിതാവേ, അപ്പത്തിന്റെ പാതത്തോടെ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവെ പ്രളയൻകുടമായി കർത്താവെ അയാൾക്ക് ഓരോരുത്തർക്കും അടുത്തുരാൻ കർത്താവ് ഒരുക്കി തന്ന വലിയ സമയത്തിനായി സ്തോത്രം. കഴിഞ്ഞാൽ ഒരു വാൽക്കാലം അപ്പത്തിന്റെ കൃപയുടെ മറ ഞങ്ങളിലൊരു മറച്ചു ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞെന്ന് കർത്താവെ ഹാല്യ കാത്തു പരിപാലിച്ച് സൂക്ഷിച്ച വൻകുൾക്കായി കർത്താവ് ചെയ്താൽ ചെറുതുമുട്ടും എല്ലാവർക്കും കഴിഞ്ഞ നാളുകളൊക്കെ ഞങ്ങളെ അത്ഭുതമാത്സരമായ കർത്താവെ ജീവനുള്ള സാക്ഷികളാക്കി നിർത്തി അവിടുത്തെ വൻകൃപയ്ക്കും സ്നേഹത്തിനും കരുണയ്ക്കുമായി കർത്താവെ ആ കാലപതിക്കും സർവമാന മഹത്വം വെച്ച് എല്ലാം ദേശപ്പത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് ഉണ്ടായി കേൾക്കണേ പൊന്നു പിതാവേ. ആമേൻ. സംസാരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ശുശ്രൂഷിക്കുമ്പോൾ അറിയിക്കണമേ. വചനം കേൾക്കുമ്പോൾ എനിക്ക് ബുദ്ധി പിന്നെയും തുറന്നു തരണമേ എന്നുള്ള പ്രാർത്ഥന പ്രകാരിക്കാം. തെളിഞ്ഞ ബുദ്ധിയോടുകൂടെ ഓർമ്മശക്തിയോടുകൂടെ വചനം സംസാരിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നമുക്ക് സംഗ്രഹിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. എങ്കിലേ നമുക്ക് ദുഷ്ടലോകത്ത് ജീവിപ്പാൻ കഴിയുള്ളൂ. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ വചനം വെച്ചായിരുന്നു സാത്താനെ ജയിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടിലും മധുരമേറുന്ന ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. വചന കേൾവിയിൽ വചന സൂക്ഷിക്കായ കർത്താവിന് വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺ വർഗീസിനെ ഒക്കലോമ സിറ്റിയിൽ അതിനോട് സ്നേഹത്തോടും കൂടെ ഒക്കലോമ പ്രദേശിലേക്ക് ക്ഷണിക്കുന്ന നമുക്ക് വളരെ പ്രാർത്ഥനയോടും ഭയഭക്തിയോടും അല്ലെങ്കിൽ വചനത്തെങ്കിൽ നിറയ്ക്കുന്നവരായിരിക്കാൻ ഭയഭക്തിയോടും നിറയിലൂടെ നമുക്കായിരിക്കാം. വചന സൂക്ഷിക്കായ കർത്താവിന് വിലപ്പെട്ട ദാസിനെ ക്ഷണിക്കും. താങ്ക് യു. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഏതെല്ലാം വേദഭാഗങ്ങൾ നാം എടുത്താലും കർത്താവിന്റെ വരവിനെ ഊന്നിക്കൊണ്ടും അങ്ങനെ നമ്മുടെ ധാർമ്മികമായ ജീവിത ആത്മീക നിലവാരം ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന് വേണ്ടിയും ഒക്കെ ഉള്ളതായ ദൂതുകളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സന്ധ്യയെങ്കിൽ സങ്കീർത്തന പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതിനെ തുടർമാനമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ സങ്കീർത്തനം ഞാൻ തിരഞ്ഞെടുത്തത്. 78-ാം സങ്കീർത്തനം ഒരു വലിയ സങ്കീർത്തനമാണ്. 72 വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിനുള്ളത്. ആകയാൽ ഈ മുഴുവൻ വാക്യങ്ങളും നമുക്ക് വായിക്കുവാൻ ഒക്കത്തില്ല. എല്ലാ വാക്യങ്ങളും ശ്രേഷ്ഠമായത് തന്നെയുമാണ്. ചില വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കണം. 78-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം മുതൽ 18-ാം വാക്യം 19-ാം വാക്യം വരെ വായിച്ച് സഹായിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം 36, 37 വാക്യങ്ങൾ വായിക്കണം. പിന്നീട് 56, 57, 60 മുതൽ 60, 61, 67 മുതൽ 72 വരെ ഉള്ള വേദവാക്യങ്ങൾ
വായിച്ച് സഹായിക്കണം. പിന്നെ വായിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ വേദവാക്യങ്ങൾ ആദ്യം വായിക്കുവാൻ തക്കവണ്ണം അപേക്ഷിക്കുന്നത്. താങ്ക് യു. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളും വിവരിച്ചു പറയും. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിക്കുവാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ ജനിക്കുവാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. അവൻ മിസ്രയീം ദേശത്ത് സോവാർ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണെ അത്ഭുതം പ്രവർത്തിച്ചു. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു. ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുക്കുമാറാക്കി. 36-37. എങ്കിലും അവർ വായ് കൊണ്ട് അവനോട് കപടം സംസാരിക്കും, നാവ് കൊണ്ട് അവനോട് ഭോഷ്ക് പറയും. അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല, അവന്റെ നിയമത്തോടെ അവർ വിശ്വസ്തത കാണിച്ചതുമില്ല. 38. ആമേൻ. എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. തന്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു. 56-57. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു, മത്സരിച്ചു, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞു ദ്രോഹം ചെയ്തു. വഞ്ചനയുള്ള വില്ലുപോലെ അവർ മാറിക്കളഞ്ഞു. 61. തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തന്റെ അവകാശത്തോട് കോപിച്ചു, തന്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. അവരുടെ യൗവനക്കാർ തീക്കിരയായി തീർന്നു. അവരുടെ കന്യകമാർക്ക് വിവാഹ ഗീതമുണ്ടായിരുന്നതുമില്ല. അവരുടെ പുരോഹിതന്മാർ വാൾ കൊണ്ട് വീണു, അവരുടെ വിധവമാർ വിലാപം കഴിച്ചതുമില്ല. അപ്പോൾ കർത്താവ് ഉറക്കമുണർന്നു, വരുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു. അവൻ തന്റെ ശത്രുക്കളെ പുറകോട്ട് അടിച്ചു കളഞ്ഞു, അവർക്ക് നിത്യനിന്ദ വരുത്തുകയും ചെയ്തു. എന്നാൽ അവൻ ജോസഫിന്റെ കൂടാരത്തെ ത്യജിച്ച് എഫ്രയീം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല. അവൻ യഹൂദാ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ
പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും നദികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. അവൻ തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അവനെ വരുത്തി. തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കേണ്ടതിനെ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുള്ളാകണമേ. ജീവന്റെ വചനമാണല്ലോ വായിച്ചത്. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. അത് ഞങ്ങളുടെ ശുദ്ധീകരണത്തിനും അനുഗ്രഹത്തിനും വിടുതലിനും തിരുനാമത്തിന്റെ മഹത്വത്തിനും മാനസാന്തരത്തിനുമാക്കി തീർക്കണമേ. മഹത്വം എടുക്കണം യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വലിയ സങ്കീർത്തനമാണ് നാം വായിച്ചത്. ഈ സങ്കീർത്തനത്തിൽ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത ഇസ്രയേൽ മക്കളുടെ ചരിത്രമൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മിസ്രയീമിലെ ബാധകളെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രധാനമായി 2 ഗോത്രത്തെയാണ് ഈ 78-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് എഫ്രയീം ഗോത്രം. ആദ്യം തിരഞ്ഞെടുത്തത് എഫ്രയീം ഗോത്രത്തെയാണ്. രണ്ടാമത്തെ ഗോത്രം നമുക്ക് യഹൂദ ഗോത്രത്തെ കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് ദൈവം തിരഞ്ഞെടുത്തവരാണ് യഹൂദ ഗോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത് ഓർക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നാം ചിന്തിക്കുകയുണ്ടായത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ നാം നിലനിൽക്കണമെന്നും ദൈവം എന്തുകൊണ്ടാണ് യെരൂശലേമിനെ തിരഞ്ഞെടുത്തതെന്നും ദൈവം എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തത് എന്നും ഒക്കെയുമാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് 78-ാം സങ്കീർത്തനത്തിൽ നിന്നും ദൈവം സ്നേഹിച്ച് പ്രത്യേക പദ്ധതികളോടുകൂടെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ മക്കളെ എന്തുകൊണ്ടാണ് ദൈവം തിരസ്കരിക്കുന്നത്, അതുപോലെ തന്നെ ദൈവം എന്തുകൊണ്ട് മറ്റുള്ള ചിലരെ തിരഞ്ഞെടുക്കുന്നു. ഒരു സ്ഥലം ദൈവം മാറിയിട്ട് വേറൊരു സ്ഥലത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ഈ 2 കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ളതായ തിരഞ്ഞെടുപ്പിൽ നിന്നും ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രയേൽ മക്കൾ മാറിപ്പോകാതിരിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഉപദേശത്തോടു കൂടെയാണ് 78-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. അതിന്റെ 1-ാം വാക്യം മുതൽ നമുക്കത് കാണുവാൻ സാധിക്കും. 3-ാം വാക്യം മുതൽ നമുക്കത് വ്യക്തമായി വെളിപ്പെടുവാൻ സാധിക്കുന്നുണ്ട്. മക്കൾക്ക് മാതാപിതാക്കൾ യഹോവയുടെ വചനവും അവിടുത്തെ വലിയ സാക്ഷ്യവും പറഞ്ഞു കൊടുക്കുന്നവരും അവരുടെ ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കുന്നവരുമായിരിക്കണം. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ മാതാപിതാക്കൾ, വിശേഷാൽ ഐ റിമെമ്പർ എന്റെ മാതാവാണ്, പിതാവ് ബിഹൈൻഡ് നിന്ന് സഹായിക്കുമെങ്കിൽ തന്നെയും എന്റെ മാതാവാണ് പല സങ്കീർത്തനങ്ങളും എന്നെ കാണാതെ പഠിപ്പിച്ചത്. ഇന്ന് എന്റെ ശുശ്രൂഷയിൽ അതൊക്കെയും എനിക്ക് അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും അവയൊക്കെയും ഉരുവിട്ടുകൊണ്ടാണ് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ. 5-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രയേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ച് പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ. ഈ സങ്കീർത്തനം വായിച്ചിട്ട് വലിയ ഒരു ബൈബിൾ ക്ലാസ് ഒന്നും നടത്താതെ തന്നെ ഒരു സാമാന്യ വ്യക്തിക്ക് എല്ലാം ശരിക്ക് മനസ്സിലാകത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില വാക്യങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് നല്ല വ്യാഖ്യാനവും ആവശ്യമുണ്ട്. വലിയ വ്യാഖ്യാനം ആവശ്യമുള്ളതായ വാക്യങ്ങൾ ഇന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല.
കർത്താവ് അവസരം തരുന്നുവെങ്കിൽ അവയെ വേറൊരു സന്ദർഭത്തിൽ ചിന്തിക്കാമെന്ന് ഞാൻ ക്രിസ്തുവേശുവിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ പൊതുവിൽ ഈ പുസ്തകത്തിൽ, ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെതായിട്ടുള്ള ദൂത്, മുന്നറിയിപ്പ്, അത് പ്രബോധനം എന്താണെന്ന് ഗ്രഹിച്ച് അത് നമ്മളിൽ ഹൃദിസ്ഥമാക്കുവാൻ തക്കവണ്ണമാണ് ഇന്ന് സന്ധ്യയെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയിൽ കൂടെ ആ വ്യക്തിയുടെ തലമുറകളിൽ മേൽ വ്യാപരിക്കുന്ന അനുഗ്രഹം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാവരാലും തള്ളപ്പെട്ടതായ ജോസഫിനെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ, സ്തോത്രം. മരണക്കിടക്കയിൽ നിന്നും, മരണക്കിണറിൽ നിന്നും ഉയർത്തിയിട്ട്, ഡഞ്ചിയനിൽ നിന്നും, പ്രിസണിൽ നിന്നും ഉയർത്തിയിട്ട് മിസ്രയീമിലെ രണ്ടാമനാക്കി വാഴിച്ചിട്ട് തന്നോട് അതിക്രമവും അകൃത്യവും ചെയ്തതായ സഹോദരന്മാരോട് ക്ഷമിച്ച് പാപത്തെ വിട്ടോടി ഭക്തനായിരുന്ന ജോസഫ് കാരണം തന്റെ തലമുറയ്ക്കുള്ളതായ അനുഗ്രഹം ഈ 78-ാം സങ്കീർത്തനത്തിലും ആ തിരുവചനത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ജോസഫിന്റെ മക്കൾ എഫ്രയീം, മനശ്ശെയും, അതിൽ വലിയ അനുഗ്രഹം വലം കൈയുടെ മകനായി എഫ്രയീമിനെയാണ് യാക്കോബ് അനുഗ്രഹിച്ചത്. ഈ എഫ്രയീമി അനുഗ്രഹമാണ് എഫ്രയീം ഗോത്രക്കാരനായ യോശുവയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മോശ മാറിയതിന് ശേഷം യോശുവയാണ് ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത കനാൻ നാട്ടിൽ കൊണ്ടെത്തിക്കുകയും ഹല്ലേലൂയ, സ്തോത്രം, ചീട്ടിട്ട് ചരട് വരിച്ച് ഹല്ലേലൂയ 12 ഗോത്രങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ വിഭാഗിച്ചു കൊടുക്കുകയും ചെയ്തത്. മോശ ഉണ്ടായിരുന്ന കാലത്തും വളരെ വിശ്വസ്തയോടുകൂടെ മോശയുടെ പാദപീഠം വിട്ടുപോകാതെ ദൈവസന്നിധിയിൽ ഭയഭക്തിയോടുകൂടെ നിന്നതായ യോശുവയെ യഹോവയായ ദൈവം അനുഗ്രഹിച്ച് യുദ്ധത്തിനും മറ്റ് പ്രധാന കാര്യങ്ങൾക്കും മോശ അപ്പോയിന്റ് ചെയ്യുന്നത് യോശുവയായിരുന്നു. യുദ്ധത്തിനൊക്കെ അമേലിക്കരോടൊക്കെ യുദ്ധത്തിന് പോയി യുദ്ധം ജയിച്ച് മടങ്ങി വരുന്നത് യോശുവയിൽ കൂടെയാണ്. അങ്ങനെ ഒരു കമാൻഡർ ഇൻ ചീഫായിട്ട് ദൈവം ഉയർത്തുവാൻ കാരണം തന്റെ വലിയ വലിയ വലിയപ്പനാകുന്നതായ ജോസഫ് ഭക്തനായിരുന്നത് കൊണ്ടാണ്. നാം ആരുടെയെങ്കിലും, ഒരു കുടുംബത്തിന്റെ ആണെങ്കിലും ഒരു ദേശത്തിന്റെ ആണെങ്കിലും അനുഗ്രഹം പഠിക്കുന്നതായ സന്ദർഭത്തിൽ അത് പുറകോട്ട് നോക്കുമ്പോൾ അതൊരു വ്യക്തിയിൽ വന്നു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പ്രത്യേകം പറയാതെ തന്നെ നമുക്കറിയാം, ദൈവം അബ്രഹാമിനെ വിളിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നാം പ്രധാനമായി ചിന്തിച്ച ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന്റെ വിളിയും മറ്റുമൊക്കെയും അല്പമായി ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്കിടയായി. അബ്രഹാമിന്റെ തലമുറകളുടെ മേലുള്ള അനുഗ്രഹം 1000 തലമുറ വരെ നിന്ന് ഇന്നും ആ അനുഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അബ്രഹാമിനെ വിളിക്കുകയും അബ്രഹാം അനുസരിക്കുകയും ചെയ്തതിനാൽ അത് 100 500 വർഷങ്ങൾ കൊണ്ടല്ല, 1000 വർഷങ്ങൾ കൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, അത് നിറവേറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ നാം ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും വിശ്വസ്തയോടെ, ഭക്തിയോടെ, ദൈവകൃപയോടെ, സൗമ്യതയോടെ, പൂർണ്ണ ആശ്രയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലെ, നീ മുഖാന്തരം നിന്റെ തലമുറയുടെ മേൽ അനുഗ്രഹം വരുമെന്ന് മറന്നു പോകരുതേ. ഹല്ലേലൂയ. ജോസഫ് മുഖാന്തരം യോശുവയെ ദൈവം തിരഞ്ഞെടുത്തു. ജോസഫ് മുഖാന്തരം യോശുവയുടെ ഗോത്രമാകുന്ന എഫ്രയീം ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്തു. നിങ്ങൾ ഈ യഹൂദന്മാരെ പറ്റി നോക്കുമ്പോൾ, അഥവാ 12 ഗോത്രത്തെയും നോക്കുമ്പോൾ, ആദ്യത്തെ വലിയ ഗോത്രമായി യഹൂദ ഗോത്രത്തെ നാം കാണുന്നില്ല. ദാവീദിന്റെ കാലം മുതലാണ് യഹൂദ ഗോത്രത്തെ നാം പ്രധാനമായി കാണുന്നത്.
എന്നാൽ ആദ്യം മുതൽ കാണുന്ന ഒരു പ്രധാന ഗോത്രമാണ് എഫ്രയീം ഗോത്രം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എഫ്രയീം ഗോത്രത്തിനാണ് വാഗ്ദത്ത ദേശത്ത് ചെന്നതിന് ശേഷം അന്ന് ഏറ്റവും മധ്യത്തിലുള്ള ശീലോവ്, അന്ന് അവർക്ക് കിട്ടിയ സ്ഥലത്തിന്റെ ഏറ്റവും മധ്യഭാഗം ശീലോവായിരുന്നു. ആ ശീലോവ് അവർക്ക് കൊടുക്കുകയും ശീലോവിൽ ദൈവത്തിന്റെ കൂടാരം അടിക്കുകയും ദൈവത്തിന്റെ നിയമപ്പെട്ടകം അവിടെ വെക്കുകയും ബാക്കി 12 ഗോത്രം എഫ്രയീമിന്റെ വാഗ്ദത്ത ദേശമാകുന്ന ശീലോവിൽ കടന്നു വരികയും ചെയ്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ശീലോവിനെ യഹോവയായ ദൈവം തിരസ്കരിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശീലോവിനെ തിരസ്കരിക്കുവാനായിട്ടുള്ള കാരണങ്ങൾ വളരെ വ്യക്തമായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശമൂവേലിന്റെ പുസ്തകം നാം വായിക്കുന്നതായ സന്ദർഭത്തിൽ ഏലിയും ഏലിയുടെ മക്കളും ശീലോവിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ശീലോവിൽ ചെയ്തതായ ദുഷ്ടത നിമിത്തം ദൈവത്തിന്റെ നിയമപ്പെട്ടകം മാറിപ്പോകുകയും പിൽക്കാലത്തെ ശീലോവെ ഹല്ലേലൂയ വിശ്വസ്തതയല്ലാതെ ഇരുന്നതായ സന്ദർഭത്തിൽ ശീലോവിൽ നിന്നും ദൈവത്തിന്റെ തേജസ് യെരുശലേമിലേക്ക് സിയോനിലേക്ക് വരികയും ദൈവം ശീലോവിന് പകരം യെരുശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അത് പ്രവാചകന്മാർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിലൊരു പ്രവാചകനാണ് ഹല്ലേലൂയ നമുക്കറിയാം ഇരമ്യ പ്രവാചകൻ. ഇരമ്യ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ യെരുശലേം ദേവാലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയാണ്, ആലയത്തിലേക്ക് ആരാധിക്കുവാൻ വരുന്നവരോട് പറയുകയാണ്, യഹോവയുടെ ആലയം, യഹോവയുടെ ആലയം, യഹോവയുടെ ആലയം എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു വിശുദ്ധ ജീവിതം ചെയ്യാതെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥയാകുന്നുവെങ്കിൽ ശീലോവിനെ സംഭവിച്ചതുപോലെ യെരുശലേമിനും സംഭവിക്കും എന്ന് ഇരമ്യ പ്രവാചകൻ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ ശീലോവിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവിൻ. ശീലോവ് ദൈവത്തിന്റെ തേജസ് നിറഞ്ഞ സ്ഥലമായിരുന്നു, എഫ്രയീം ഗോത്രക്കാരുടെ സ്ഥലമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അത് നഷ്ടമാകുവാനുള്ള കാരണം, അത് ജാതികളുടെ കയ്യിൽ അകപ്പെടുവാനുള്ള കാരണം ഒക്കെയും ഹല്ലേലൂയ ദൈവത്തെ മറന്നുള്ളതായ ജീവിതം കൊണ്ടായിരുന്നു എന്നൊക്കെയും ഇരമ്യ പ്രവാചകൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അകത്തേക്ക് നമുക്ക് കുറെ കൂടെ മുമ്പോട്ട് വന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ 78-ാം അധ്യായത്തിലേക്ക് സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 9-ാം വാക്യം, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. ഇതാണ് ഇവരുടെ ഒരു പ്രധാന ഭാവം. ഹല്ലേലൂയ. ഹോശേയ പ്രവചനം പഠിച്ചിട്ട് 78-ാം സങ്കീർത്തനം കൂടെ ഒന്നിച്ച് തുലനം ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ എഫ്രയീം ഗോത്രത്തിന്റെ പാപം വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുകയുള്ളൂ. 10 ഗോത്രങ്ങൾ തിങ്ങിപ്പാർത്തിരുന്നതായ വടക്കേ ദേശത്തെ കൂടുതലും ഭരിച്ചിരുന്ന രാജാക്കന്മാർ എഫ്രയീം ഗോത്രക്കാരായിരുന്നു. അവരുടെ 1-ാമത്തെ രാജാവാകുന്ന യെരോബെയാമിനെ ദൈവം അഭിഷേകം ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. വടക്കേ ദേശത്തെ അഭിഷക്ത രാജാക്കന്മാർ വളരെ ചുരുക്കമായിരുന്നു. അവരെല്ലാവരും സ്വയ ഇച്ഛത്താൽ രാജാക്കന്മാരായിരുന്നവരാണ്. എന്നാൽ ചിലരെ ദൈവം പ്രത്യേകമായി അഭിഷേകം ചെയ്തത് കാണാൻ സാധിക്കും. നമുക്ക് ഏവർക്കും ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് യേഹു. യേഹുവിനെ യഹോവയായ ദൈവം അഭിഷേകം ചെയ്തിട്ടാണ് വടക്കേ ദേശത്തെ രാജാവാക്കിയത്. എന്നാൽ തെക്കേ ദേശമാകുന്ന യെരുശലേം നോക്കുമ്പോൾ ഒരു ഗോത്രമാണ് അവിടെ രാജസ്ഥാനത്തുണ്ടായിരുന്നത്, യഹൂദ ഗോത്രം. ഈ യഹൂദ ഗോത്രത്തിലുള്ളതായ എല്ലാ രാജാക്കന്മാരെയും അഭിഷേക തൈലം വീഴുന്നത് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ വടക്കേ ദേശത്തുള്ള രാജാക്കന്മാരിൽ അഭിഷേക തൈലം വീണ ചിലർ മാത്രമേ ഉള്ളൂ. അതിലൊരുവൻ ഞാൻ ഓർപ്പിച്ചുവല്ലോ, യേഹുവാണ്. യേഹുവിന്റെ 4-ാം തലമുറ വരെ ഉണ്ടായിരുന്നത് കാണുവാൻ സാധിക്കുന്നു. യേഹുവിന്റെ പാപത്തെ പറ്റിയൊക്കെയും ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ
വലിയ ഗുണപാഠം നമുക്ക് തരുന്നുണ്ട്. ദൈവത്തിന്റെ അഭിഷക്തൻ ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടുകൂടെ നിൽക്കാഞ്ഞതിനാൽ തന്റെ 4ാം തലമുറയുടെ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം ദൈവം അവരെ മാറ്റുന്നത് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ മേൽ വീണിരിക്കുന്ന യഹോവയുടെ അഭിഷേകം നാം അവിശ്വസ്തതയായി മുമ്പോട്ട് പോകരുത്. യേഹൂവിനെ ദൈവം നിയോഗിച്ചത് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ്. ആഹാബ് ഗ്രഹത്തെ നശിപ്പിക്കുക, വിഗ്രഹ സേവ ഇല്ലാതാക്കുക, ജീവനുള്ള ദൈവത്തിന്റെ ആരാധന നിലനിർത്തുക, ഇവയൊക്കെ ആയിരുന്നു. ഇതിൽ ഭൂരിപക്ഷവും യേഹൂ ചെയ്തു. യേഹൂ ചെയ്യാഞ്ഞതായ 2 കാര്യം, ബാലിലും ബഥേലിലും ദാനിലും ഉണ്ടായിരുന്നതായ ബാൽ വിഗ്രഹങ്ങളെ നീക്കിയില്ല. ബാൽ വിഗ്രഹങ്ങളെ നീക്കാതെ ബാക്കിയെല്ലാം യേഹൂ ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തിയോട് ചെയ്തു. അതുകൊണ്ട് എന്തുണ്ടായി? ബാൽ വിഗ്രഹങ്ങളെ മാത്രം നീക്കാതെ അവയെ 2 നിലനിർത്തിയത് കൊണ്ട് തന്റെ തലമുറകൾ ഈ ബാൽ വിഗ്രഹങ്ങളെ പിൽക്കാലത്ത് സേവിക്കുകയും ഈ അഭിഷക്തന്റെ മക്കൾക്ക് രാജപദവി നഷ്ടപ്പെടുകയും ചെയ്തത് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ദൈവമക്കളാകുന്ന നാം എന്തെങ്കിലും അല്പമായി നാം ശേഷിച്ചു വെച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അത് പിൽക്കാലത്തെ നമുക്കും നമ്മുടെ തലമുറയ്ക്കും ദോഷകരമായി യേഹൂവിന് വന്നതുപോലെ വരുമോ? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം വിളക്ക് കത്തിച്ച് ശോധന ചെയ്യണമെന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. കാണാതെ പോയ ബ്രഹ്മ തിരിച്ചു കിട്ടേണ്ടതിന് വേണ്ടി വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു വാരിയതുപോലെ ഹല്ലേലൂയ സ്തോത്രം നാം വിളക്ക് കത്തിച്ചിട്ട് ഹല്ലേലൂയ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ പെസഹ പെരുന്നാളിലും മറ്റേ പെരുന്നാളുകളിലുമൊക്കെ ഹല്ലേലൂയ പെന്തിക്കോസ്ത് പെരുന്നാൾ ഒഴിച്ച് മറ്റേ പെരുന്നാളുകളിലൊക്കെയും അവർ വിളക്ക് കത്തിച്ച് അവരുടെ വീട് മുഴുവനും നോക്കും. എന്തെങ്കിലും അശുദ്ധി വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരത് ക്ലീൻ ആക്കും. അത് പെസഹ പെരുന്നാളിനെ 1 ആഴ്ച മുമ്പ് തുടങ്ങുകയാണ്. വളരെ ശുഷ്കാന്തിയോടുകൂടെ അവർ ചെയ്യും വലിയ ശുദ്ധീകരണം. നമ്മുടെ ഭവനം, നമ്മുടെ ഹൃദയം നാം ശുദ്ധിയുള്ളതാക്കിയിരിക്കണം. അത് സദാസമയം ശുദ്ധിയോടുകൂടെ സൂക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. തന്റെ മക്കളോട് അല്ലെങ്കിൽ 5-ാം വാക്യത്തിൽ അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഈ 78-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. മറ്റു സങ്കീർത്തനങ്ങളിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ വിവരിക്കുകയാണ്. എന്തിനാണ് ഹല്ലേലൂയ ചെയ്തത്? ഇത് യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിക്കേണ്ടതിന് വേണ്ടിയാണ്. കാൽവറിയിലെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത സർവശക്തിയുള്ള കർത്താവെ നമ്മളിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചിരിക്കുകയാണ്. ആ സാക്ഷ്യം സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. സാക്ഷ്യം സഭായോഗത്തിന് പറയുന്നത് കൊണ്ടല്ല, നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ടാണ് നമ്മുടെ സാക്ഷ്യം നാം സൂക്ഷിക്കേണ്ടത്. ദൈവം സ്ഥാപിച്ച സാക്ഷ്യത്തെ നാം സൂക്ഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ പൊന്നു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ സൂക്ഷിക്കാതിരുന്നതിന്റെ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 9-ാം വാക്യം ഞാൻ വായിച്ചു. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 2 പ്രാവശ്യം എഫ്രയീം ഗോത്രം ഹല്ലേലൂയ സ്തോത്രം ഗിദെയോന്റെ കാലത്തും ഇബ്താഹിന്റെ കാലത്തും യുദ്ധത്തിന് പോകാതെ പുറകോട്ട് മാറി നിന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരുടെ വല്യപ്പൻ യോശുവ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ആദ്യം മുമ്പോട്ട് പോകുന്നത് യോശുവയാണ് ലീഡറായിട്ട് പോകുന്നത്. അന്ന് മുതൽ എഫ്രയീം ഗോത്രത്തെ ശൂരന്മാരായി വീരന്മാരായി
ദൈവം വിളിച്ചു വേർതിരിച്ചവരാണ്. എന്നാൽ യുദ്ധ ദിവസത്തിൽ ഹല്ലേലൂയ അവരെന്ത് ചെയ്തു? പിന്തിരിഞ്ഞു പോയി. ഇത് വലിയൊരു ഗുണപാഠമാണ്. നാം യുദ്ധ ദിവസത്തിൽ പിന്തിരിയുന്നവരാണോ? നാം ഒരു പോർക്കളത്തിലാണ്. പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. ദുഷ്ടശക്തികളെ ജയിച്ചുകൊണ്ട് സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുടെ മേൽ കർത്തൃത്വം നടത്തി നമുക്കെതിരായി നിൽക്കുന്ന സർവ കൈയെഴുത്തുകളെയും യേശുവിന്റെ രക്തത്താൽ മായ്ച്ചു കളഞ്ഞ് അന്ധകാര ശക്തികളുടെ മേൽ കർത്തൃത്വം നടത്തി സ്വർഗരാജ്യം ബലാത്കാരികളാൽ പിടിച്ചടക്കുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നത് പോലെ ഒരു പോരാട്ടത്തിൽ കൂടെ വേണം നാം തുറക്കപ്പെട്ട സ്വർഗത്തെ തുറക്കേണ്ടത്. സ്വർഗത്തെ തുറന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും നമുക്ക് അനേക കാര്യങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആയുധം ധരിച്ച വില്ലാളികൾ പിന്തിരിഞ്ഞുപോയി. ദൈവം നമ്മളിൽ വിശ്വാസത്തിന്റെ പരിച തന്നിരിക്കുകയാണ്. വചനമെന്ന വാള് തന്നിരിക്കുകയാണ്. സത്യം അരക്കി കെട്ടിയിരിക്കുകയാണ്. രക്ഷ എന്ന ശിരസ്ത്രം വെച്ചിരിക്കുകയാണ്. സുവിശേഷം കാലിന് ചെരിപ്പാക്കിയിരിക്കുകയാണ്. നീതി എന്ന കവചം നമുക്കുണ്ട്. എന്നാൽ നാം യുദ്ധത്തിൽ പിന്തിരിഞ്ഞു പോയാൽ ഹല്ലേലൂയ സ്തോത്രം, നാം ഒരു പോർക്കളമേട്ടിലാണ്. ഹല്ലേലൂയ നമ്മുടെ പാദത്തിന് സുവിശേഷം എന്ന ഹല്ലേലൂയ ഷൂ ഉണ്ടായിരിക്കണം. നാം പോർക്കളമേട്ടിൽ പോയി കർത്താവിന്റെ സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. ഒരു സാക്ഷ്യം കർത്താവ് നമ്മളിൽ സ്ഥാപിച്ചിരിക്കുന്നു. 5-ാം വാക്യത്തിൽ നാമും നമ്മുടെ തലമുറകളും ഹല്ലേലൂയ പരസ്യമായി കർത്താവിന്റെ സാക്ഷ്യം പ്രഖ്യാപിക്കുകയും ഹല്ലേലൂയ ഒരു ഞായറാഴ്ച കൊണ്ട് ദൈവത്തെ സേവിക്കുന്നതിൽ നാം സംതൃപ്തരാകരുതേ. ഹല്ലേലൂയ സ്തോത്രം. 7 ദിവസവും 24 മണിക്കൂറും നമ്മുടെ ഏക ആഗ്രഹം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ വി ആർ എക്വിപ്ഡ്. ഹല്ലേലൂയ നാം എക്വിപ്പ് ചെയ്തിരിക്കുകയാണ്. ആയുധം the armor of God is upon us. ദൈവത്തിന്റെ സർവായുധം നമ്മളിൽ തന്നിരിക്കുകയാണ്. നാം എഫ്രൈമിനെ പോലെ പിന്തിരിഞ്ഞു പോകരുതേ. എഫ്രൈമിനെ ഉപേക്ഷിക്കുവാനുള്ള കാരണങ്ങൾ ഹോശിയ പ്രവചനത്തിന് ഒത്തിരിയാണ്. ഹല്ലേലൂയ 4-ാം അധ്യായം ഹോശിയ 4:17-18 വിഗ്രഹാരാധനയും മദ്യപാനവുമാണ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ വളരെ വായിക്കേണ്ട ഒരു അധ്യായമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം മുതൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം വരെ. അവിടെയാണ് വടക്കേ ദേശത്തെ ആദ്യത്തെ രാജാവാകുന്ന എഫ്രൈമിനായ യൊരോബെയാമിനെ കാണുന്നത്. 11-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളിൽ യഹോവയായ ദൈവം ഒരു പ്രവാചകനെ അയച്ചിട്ട് അവനെ അഭിഷേകം ചെയ്യുകയാണ്. 10 തുണ്ട് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, 10 ഗോത്രങ്ങൾ നിനക്ക് ലഭിക്കും. നിന്റെ ഇഷ്ടം പോലെ ബോധിച്ചവണ്ണം നീ ചെയ്തു കൊള്ളുക. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നാൽ ദാവീദ് ഗ്രഹത്തെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ നിത്യമായി നിന്റെ ഗ്രഹത്തെയും യഥാസ്ഥാനപ്പെടുത്തും. ഹല്ലേലൂയ. ഇതാ വാഗ്ദത്തം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ എന്തു പറ്റി? ഹല്ലേലൂയ സ്തോത്രം. അവൻ വിഗ്രഹ സേവയിലേക്ക് പോയി ബാലിനെ സേവിക്കുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 13-ാം അധ്യായം വരെ വായിക്കണമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവന്റെ തലമുറകളെ രാജപദവിയിൽ നിന്ന് മാറ്റി വേറൊരു ഗോത്രത്തെ കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ താഴോട്ട് വായിക്കുന്നതായ സന്ദർഭത്തിൽ എഫ്രൈം ഗോത്രം ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഹോശിയ പ്രവചനം 7-ാം അധ്യായം വായിക്കുന്നതായ സന്ദർഭത്തിൽ 7:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ എഫ്രൈം ഗോത്രത്തിന്റെ സ്വയനീതി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തികളെ ഒക്കെ അവർ പൊക്കി കാണിക്കുന്നു. എന്നാൽ 7-ാം അധ്യായത്തിൽ അവരുടെ പാപഭംഗുലമായ അവസ്ഥ പറയുന്നുണ്ട്. 7:4 ഹല്ലേലൂയ അവരുടെ പുളിപ്പിനെ പറ്റി, അവരുടെ പാപത്തെ പറ്റി, അവരുടെ ചീർത്തിരിക്കുന്ന അവസ്ഥയെപ്പറ്റി, അവരുടെ ദുഷിച്ച ഉപദേശത്തെ പറ്റി, ഹല്ലേലൂയ അവരുടെ പഴയ മനുഷ്യനെ പൊക്കി കാണിക്കുന്നതിനെ പറ്റി, ജഡത്തെ പൊക്കി കാണിക്കുന്നതിനെ പറ്റി,
തീർത്തിരിക്കുന്ന അവസ്ഥയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എഫ്രൈം ഗോത്രത്തെ പറ്റിയാണ് ഭൂരിപക്ഷവും നമുക്ക് ഭൂരിഭാഗവുമായിട്ട് നമുക്ക് ഹോശിയ പ്രവചനത്തിൽ കാണുന്നത്. ഹോശിയ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എഫ്രൈം ഗോത്രം മറിച്ചിടാത്ത ദോശയാണെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു വശം നല്ലതുപോലെ വെന്തത്, അതാണ് അവരുടെ സ്വയനീതി. എന്നാൽ മറ്റേ വശം പച്ച ചുവയ്ക്കുന്നതാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വശം സ്വയജീതി, മറ്റേ വശം കാണുമ്പോൾ മഹാദുഷ്ടതയാണ്. 4-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ വിഗ്രഹ സേവയും അതുപോലെ തന്നെ മദ്യപാനവും കാണുവാൻ സാധിക്കുന്നു. ഒരു വശം കിടക്കയിൽ വെച്ച് മുറയിടുന്നു, മറുവശം ഹൃദയനുറുക്കത്തോടെ അല്ലതാനും. 7-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇങ്ങനെ ഹല്ലേലൂയ ശീതവാനും ഉഷ്ണവാനും അല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. എഫ്രൈം ഗോത്രത്തെ വീണ്ടും പറയുന്നത് ഇതൊരു പൊട്ടപ്രാവാണ്. എന്താണ് ഈ പൊട്ടപ്രാവ് എന്ന് പറയുന്നത്? ന്യായപ്രമാണം കേൾക്കുവാൻ കാതില്ലാതെ കാത് പൊട്ടിയിരിക്കുന്നതായ ഒരു പൊട്ടപ്രാവായിട്ടാണ് ഹല്ലേലൂയ എഫ്രൈം ഗോത്രത്തെ കാണുന്നത്. മിസ്രയീമ്യരും അശൂര്യരും മുമ്പിൽ വെച്ചിരിക്കുന്നതായ കെണി വല അവർക്ക് കാണുവാൻ തക്കവണ്ണം അവരുടെ കണ്ണ് പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു പറ്റി? ശത്രുവിൽ അകപ്പെട്ടു പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം ദൈവവചനം പഠിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ വിവിധ അകൃത്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ ഉപദേശിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എഫ്രൈം ഗോത്രത്തെ പറ്റി ഓർക്കുമ്പോൾ ദൈവം തന്നെ വിഷമിക്കുന്നത് ഹല്ലേലൂയ ഹോശേയ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് അതുപോലെ ദൈവം സ്നേഹിച്ച ഒരു ഗോത്രമാണ്, എന്നാൽ പിന്തിരിഞ്ഞു പോയി. ഹല്ലേലൂയ. പ്രധാന കാര്യങ്ങൾ അവരുടെ ഡംഭമാണ്, അവരുടെ അഹങ്കാരം, അവരുടെ അവിശ്വസ്തത, അവരുടെ വിഗ്രഹ സേവ, അവരുടെ മദ്യപാനം. യെശയ്യാ പ്രവാചകനൊക്കെ അവരുടെ മദ്യപാനത്തെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി പാപങ്ങൾ. ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ നാം ചിന്തിച്ചു, ഹല്ലേലൂയ, അവർ യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയാണ്. ഇതുകൊണ്ട് യഹോവയായ ദൈവം ഹല്ലേലൂയ എഫ്രൈം ഗോത്രത്തെ ഉപേക്ഷിച്ചു. എഫ്രൈം ഗോത്രത്തെ ഉപേക്ഷിക്കുന്നതോടുകൂടെ എഫ്രൈം ഗോത്രത്തിൽ ശീലോവിൽ ഉണ്ടായിരുന്ന ആലയത്തെ ഉപേക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് 60-ാം വാക്യത്തിൽ. ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസത്തെയും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു. 60-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഇതേ കാര്യം തന്നെ യിരെമ്യാ പ്രവചനത്തിന്റെ 7-ാം അധ്യായം മറ്റേ അധ്യായങ്ങളിലൊക്കെ ഉപദേശമായി നൽകുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം തേജസ്സിൽ വസിച്ച സ്ഥലം. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് തേജസ്സിൽ വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് എന്നും വസിക്കണമെന്നില്ല. ഇങ്ങനെ അവർക്ക് ചെയ്ത തെറ്റുകളാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സമയം പോയത് കൊണ്ട് 67-ാം വാക്യം മുതൽ ഞാൻ വായിക്കുകയാണ്. എന്നാൽ അവൻ ജോസഫിൻ ഗ്രഹത്തിന്റെ കൂടാരത്തെ ത്യജിച്ചു. ജോസഫ് ഗ്രഹം എന്ന് പറയുന്നതാണ് എഫ്രൈം ഗോത്രം. ഹല്ലേലൂയ. എഫ്രൈം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല. ജോസഫിന്റെ മകനാണല്ലോ എഫ്രൈം. അവൻ യഹൂദ ഗോത്രത്തെ താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഹല്ലേലൂയ, യോശുവയിൽ കൂടെ ജോസഫിൽ കൂടെ ഒരു ഗോത്രത്തെ അനുഗ്രഹിക്കുകയും ഹല്ലേലൂയ ആ ഗോത്രം വിശ്വസ്തരല്ലായിരുന്നതിനാൽ ദൈവം അവരെ ത്യജിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹല്ലേലൂയ ഒരു വ്യക്തിയാകുന്ന ദാവീദിൽ കൂടെ ദൈവം യഹൂദ ഗോത്രത്തെ തിരഞ്ഞെടുക്കുകയും ആ ഗോത്രത്തെ നിത്യമായി അനുഗ്രഹിക്കുകയും യൂദകുല പാലകനായി യേശു മശിഹ ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും ചെയ്തു. അതിൽ ആകെ ഒരു വ്യത്യാസം വരികയാണ്. എഫ്രൈം ഗോത്രത്തിനുണ്ടായിരുന്നതായ അനുഗ്രഹം യഹൂദ ഗോത്രത്തിലേക്ക് വന്നു വരികയാണ്. ഇതാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ നാം അറിഞ്ഞിരിക്കേണ്ടത്. ദൈവം ഒരു കാലത്ത് തിരഞ്ഞെടുത്തത് കൊണ്ട് ആ തിരഞ്ഞെടുപ്പ് നിലനിൽക്കണമെന്നില്ല. ആ തിരഞ്ഞെടുപ്പിൽ നാം നിന്നില്ല എങ്കിൽ ദൈവം തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം.
ഇത് നാം മനസ്സിലാക്കിയിരിക്കണം. യഹൂദന്മാർ ദൈവസന്നിധിയിൽ അവിശ്വസ്തരായിരുന്നതിനാൽ ദൈവം ജാതികളെ തിരഞ്ഞെടുത്തത് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ജാതികൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരല്ല എങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി നടത്തും. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. എഫ്രയീം ഗോത്രത്തെ ത്യജിക്കുന്നതും യഹൂദ ഗോത്രത്തെ തിരഞ്ഞെടുക്കുന്നതും ഇത് രണ്ടും ഓരോ വ്യക്തികളിൽ കൂടെയാണ്. ആ വ്യക്തി ഞാനായിരിക്കണം കർത്താവേ, എന്നെ തിരഞ്ഞെടുക്കണം കർത്താവേ. മുഖം നോക്കാത്ത കർത്താവേ ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കും. നാം നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ ദേശത്തിന്, നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറും. ആ തീരുമാനത്തോടു കൂടെ ഇന്ന് സന്ധ്യയെങ്കിലേ ഹല്ലേലൂയ, സ്തോത്രം, വചന ശുശ്രൂഷയിൽ നിന്നും ഞാൻ വിരമിക്കുകയാണ്. തള്ളയാടുകളെ നോക്കിക്കൊണ്ടിരുന്നതായ ദാവീദിനെ ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി ഹല്ലേലൂയ, സ്തോത്രം, അവനെ ഇസ്രായേലിന്റെ പ്രഭുവായി അഭിഷേകം ചെയ്തു. 72 വാക്യം അവസാനിക്കുന്നത് അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവയെ മേയിച്ചു, കൈമെടുക്കോടെ അവരെ നടത്തി. ഹല്ലേലൂയ, സ്തോത്രം. പരമാർത്ഥ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും വലിയൊരു തിരഞ്ഞെടുപ്പ് നമ്മളിൽ തന്ന് നാം മുഖാന്തരം തലമുറയായി ദൈവിക അനുഗ്രഹം നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യട്ടെ. ദൈവം നമ്മളിൽ സ്ഥാപിച്ച സാക്ഷ്യം അത് വിടുതലാകാം, ദൈവം നമുക്ക് തന്ന വചനമാകാം. ഇത് നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അതിനായിട്ടൊക്കെയും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനം കേട്ട ഏവരെയും കർത്താവ് കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം, ദൈവശബ്ദം നമുക്ക്